നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ബൈക്കുകളെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം രണ്ട് ബൈക്കുകളെ കുറിച്ച് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബൈക്ക് ഞാൻ കുറ്റം പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ബൈക്കല്ല, രണ്ട് കമ്പനിയുടെ ബൈക്കുകളാണ്. അതായത് ഒന്ന് KTMൻ്റെ ബൈക്കും മറ്റത് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാം. ഒന്നാമത്തെ ബൈക്ക് എന്ന് പറയുന്നത് KTMൻ്റെ 390, അതായത് KTM 390 അഡ്വഞ്ചറും മറ്റേത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയമാണ്. ഹിമാലയനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അതായത് ഒന്ന് ഹിമാലയം, മറ്റൊന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും, അതുപോലെ തന്നെ മറ്റൊന്നത് KTM അഡ്വഞ്ചർ 390. KTM അഡ്വഞ്ചർ 390 ഒരു ഓഫ് റോഡ് ബൈക്കാണ്. അതുപോലെ തന്നെ ഹിമാലയം ഒരു ഓഫ് റോഡ് ബൈക്കാണ്. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളെയാണ് ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ബൈക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഈ രണ്ട് ബൈക്കുകളെയും കമ്പയർ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഈ ബൈക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ബൈക്കുകളിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതാണ് നല്ലൊരു പെർഫോമൻസ് എന്ന ബൈക്ക്, ഏതാണ് ഓഫ് റോഡിന് പറ്റിയത്, ഏതാണ് സ്ട്രീറ്റ് റോഡിന് പറ്റിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ അതായത് ഈ ഒരു രണ്ട് ബൈക്കുകളും കുറ്റമല്ല പറയാൻ പോകുന്നത്. ഈ രണ്ട് ബൈക്കുകൾക്കും വരുന്ന കാര്യങ്ങൾ, അതായത് ഈ രണ്ട് ബൈക്കുകൾക്കും വരുന്ന ഫീച്ചേഴ്സ്, റോയൽ എൻഫീൽഡിൻ്റെ ആണ് ഹിമാലയൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അഡ്വഞ്ചർ 390 രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് പറയുന്നതാണ്. രണ്ടിനെയും ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു, തമ്മിൽ പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഹിമാലയൻ നല്ലൊരു ഓഫ് റോഡ് ബൈക്കാണ് അല്ലെങ്കിൽ അഡ്വഞ്ചർ 390 ഒരു ഓഫ് റോഡ് ബൈക്കാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പയറിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നല്ല കമൻറ്റുകൾക്ക് വെൽക്കം, നല്ല കമൻറ്റുകൾ മാത്രം തരിക. അതായത് എൻ്റെ വീഡിയോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഡ്വഞ്ചർ 390 ഹിമാലയൻ 410 ഇന്നത്തെ വീഡിയോ ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. KTM അഡ്വഞ്ചർ 390 റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 110 ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളും ഓഫ് റോഡ് ബൈക്കുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബൈക്കുകളുടെ ടോർക്കിയോ അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ ടാങ്കോ ഒന്നുമല്ല ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഭാഗത്ത് പറയാം. അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് KTM അഡ്വഞ്ചർ 390 സീറ്റ് ആണ്. KTM അഡ്വഞ്ചർ 390 സീറ്റാണ്. അതുപോലെ തന്നെ ഹിമാലയൻ 110 സീറ്റും അതുപോലെ തന്നെ അങ്ങനെ ഓരോ പോർഷനായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ എഞ്ചിനോ ടോർക്കിയോ ഒന്നും പറയുന്നില്ല. ആദ്യം പറയാൻ പോകുന്നത് KTM അഡ്വഞ്ചർ 390 സീറ്റ് എന്ന് പറയുന്നത് 855 മീറ്ററാണ്. അതുപോലെ തന്നെ ഹിമാലയൻ 110 ഹിമാലയൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 800 മീറ്ററുമാണ്. അപ്പോൾ പ്രധാനമായിട്ടും പലരും ശ്രദ്ധിക്കുന്നതിൽ ഒരു കാര്യമാണ് ബൈക്കിൻ്റെയൊക്കെ സീറ്റ്. കാരണം എന്ന് വെച്ചാൽ ബൈക്കിൽ രണ്ടാളെ പോകാൻ പാടില്ലെങ്കിലും ചില സമയമൊക്കെ മൂന്നാളൊക്കെ പോകാറുണ്ട്. അപ്പോൾ മൂന്നാൾക്കാർ ഒരിക്കലും ഒരു ബൈക്കിൽ സഞ്ചരിക്കാൻ പാടില്ല, രണ്ടാൾക്കാരാണ് ഒരു ബൈക്കിൽ സഞ്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹെൽമെറ്റും മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സീറ്റ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും ലോങ് ട്രിപ്പൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ സീറ്റ് കുറച്ചും കൂടി ശ്രദ്ധിക്കാറുണ്ട്. അതൊന്ന് ഇരുന്നൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ വരുമോ എന്നൊക്കെ ഒന്നും ശ്രദ്ധിക്കാറുണ്ട്. KTM അഡ്വഞ്ചർ 390 സീറ്റിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. 855 മീറ്ററാണ് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹിമാലയൻ 110 800 മീറ്ററാണ് വരുന്നത്. അപ്പോൾ അഡ്വഞ്ചർ 390 സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 855 മീറ്ററാണ്. അപ്പോൾ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബാക്കിലൊരു ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. എന്നാലും ഒരാൾക്കും കൂടി ഇരിക്കേണ്ട റൈഡറൊക്കെ ഇരിക്കേണ്ട ഒരു സ്പേസും ബാഗ് നമുക്കൊരു സീറ്റൊക്കെ സീറ്റിൻ്റെ പിറകിലായിട്ട് നമുക്ക് ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും, അതായത് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ബാഗും ഡ്രസ്സൊക്കെ കൊണ്ടാവുമല്ലോ. അപ്പോൾ ആ ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. 855 മീറ്റർ തന്നെ വരുന്നുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് KTM അഡ്വഞ്ചർ 390 രണ്ട് വീലുകൾ, അതായത് ബാക്ക് വീലും അതുപോലെ തന്നെ ഫ്രണ്ട് വീലും തമ്മിലുള്ള വീൽ ബേസ് ആണ് പറയാൻ പോകുന്നത്. KTM അഡ്വഞ്ചർ 390 വീൽ ബേസ് പറയുന്നത് എന്നത് 1430 മീറ്ററാണ്. KTM അഡ്വഞ്ചർ 390 വീൽ ബേസ് 1430 മീറ്ററാണ് വരുന്നത്. വീൽ ബേസ് പറയുന്നത് 1465 മീറ്ററാണ്. ഹിമാലയൻ്റെ വീൽ ബേസ് വരുന്നത് 1465 മീറ്ററാണ്. അഡ്വഞ്ചർ 390 1430 വീൽ ബേസ്
1430 മീറ്ററാണ് വീൽ ബേസ് വരുന്നത്. അതായത് ഫ്രണ്ട് ടയറും ബാക്ക് ടയറിൻ്റെയും വീൽ ബേസ് വരുന്നതെന്ന് വെച്ചാൽ 1430 മീറ്ററാണ്. ഹിമാലയൻ്റെ എടുത്ത് നോക്കിയാൽ 1465 രണ്ട് വീലുകളും, അത് ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിൽ വരുന്ന വീൽ ബേസ് വരുന്നത് 1465 മീറ്റർ. ഒരു ഓഫ് റോഡ് ബൈക്കുകൾക്കൊക്കെ കൂടുതൽ വരുന്നത് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും, ഒരു ബാക്ക് ടയറിനും ഫ്രണ്ട് ടയറിനും വീൽ ബേസ് വരുന്നത് കുറച്ചും കൂടി അടുത്തിട്ടാണ് വരാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റൈഡറിൻ്റെ രണ്ട് കാലുകളും അപ്പുറത്തും, അത് വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് കാലുകളും രണ്ട് ഫ്രണ്ട് ടയറിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബൈക്കുകൾ, ഓഫ് റോഡ് ബൈക്കുകൾ മിക്കവയും അതിൻ്റെ വീൽ ബേസ് കാര്യങ്ങൾ കുറച്ചിട്ടാണ് ഉണ്ടാവുക. അതായത് അതിൻ്റെ ഒരു അകലം ബൈക്കിന് അധികം ഒരു വീതിയൊന്നും വരാതെ കുറച്ച് ഷോർട്ടാക്കാനാണ് പല ഓഫ് റോഡ് ബൈക്കുകളും നമുക്ക് കാണാനുള്ളത്. പല ഓഫ് റോഡ് ബൈക്കുകളും ഷോർട്ടായിട്ടുള്ള ബൈക്കുകളായിരിക്കും. ഹിമാലയൻ്റെത് വരുന്നത് 1465 ഹിമാലയൻ ബൈക്കിൻ്റെ വീൽ ബേസ് വരുന്നത്. അഡ്വഞ്ചർ 390യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 മീറ്ററാണ്. ഹിമാലയൻ്റെ വരുന്നത് 220 മീറ്ററുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഓഫ് റോഡ് ബൈക്കുകൾക്ക് പ്രധാനമാണ്. അതായത് സ്ട്രീറ്റ് റോഡ് ബൈക്കുകളും ഓഫ് റോഡ് ബൈക്കുകളും എടുത്തു നോക്കിയാൽ സ്ട്രീറ്റ് റോഡ് ബൈക്കുകൾ പൊതുവെ റോഡിനോട് ചേർന്നിട്ടുള്ളതായിരിക്കില്ല കൂടുതലും വരാറുള്ളത്. കുറച്ചും കൂടി റോഡിനോടും കുറച്ചും കൂടി മുകളിലേക്കാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ഓഫ് റോഡ് ബൈക്കുകൾക്ക് സ്ട്രീറ്റ് റോഡ് ബൈക്കുകളും കാണും മാറ്റങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് റോഡ് ബൈക്കുകൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഏകദേശം ഗ്രൗണ്ട് ക്ലിയറിനോട് അടുത്തിട്ടുള്ള ഒരു രീതിയിൽ ബൈക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയും നമുക്ക് കുറയ്ക്കുമ്പോൾ ബൈക്കിൻ്റെ ഗ്രൗണ്ടിൽ വരുന്ന പാറകളിലൊക്കെ ഒരയാനും വണ്ടിയിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ വണ്ടി താഴ്ന്നിറങ്ങുന്ന സമയത്ത് ഫ്രണ്ട് ഫുൾ താഴ്ന്നിറങ്ങുമ്പോൾ വണ്ടി വണ്ടിയുടെ എൻജിൻ ഭാഗമൊക്കെ മണ്ണിൽ തട്ടുന്നതൊക്കെ പ്രോബ്ലം സൃഷ്ടിക്കും. പക്ഷേ KTM അഡ്വഞ്ചർ 390 ആട്ടെ അല്ല ഹിമാലയൻ ബൈക്ക് ആട്ടെ, രണ്ടും സ്ട്രീറ്റും അതുപോലെ ഓഫ് റോഡും ഉപയോഗിക്കാനുള്ള ബൈക്കുകളാണ്. അതായത് ഓഫ് റോഡ് മാത്രമായിട്ട് ഒരാൾക്ക് ഒരു ബൈക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അഡ്വഞ്ചർ KTM തന്നെ പറഞ്ഞിട്ടുള്ളത് അഡ്വഞ്ചർ സീരീസിലെ ബൈക്കുകൾ KTM അഡ്വഞ്ചർ 390 ഇറക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് റോഡ് സാഹചര്യത്തിലും ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ്. ഹിമാലയൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ഓഫ് റോഡ് തന്നെയാണ്. ഓഫ് റോഡ് പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ എന്ന് പറയുന്നൊരു ബൈക്ക്. KTM അഡ്വഞ്ചർ 390യുടെ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വീൽ ബേസും പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ KTM അഡ്വഞ്ചർ 390യുടെ ഫ്രണ്ട് വീലും അതുപോലെ തന്നെ ബാക്ക് വീലിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. KTM അഡ്വഞ്ചർ 390യുടെ ബാക്ക് വീൽ എന്നാണ് 130. KTM അഡ്വഞ്ചർ 390യുടെ ബാക്ക് വീൽ എന്നാണ് 130/80/17. KTM അഡ്വഞ്ചർ 390യുടെ ബാക്ക് വീൽ വരുന്നത് 130/80/17 ആ ഒരു സൈസിലാണ് KTM അഡ്വഞ്ചർ 390യുടെ ബാക്ക് വീൽ വരുന്നത്. ഇനി ഫ്രണ്ട് വീല് KTM അഡ്വഞ്ചർ 390യുടെ ഫ്രണ്ട് വീല് 100/90/19. ഫ്രണ്ട് വീല് KTM അഡ്വഞ്ചർ 390യുടെ ഫ്രണ്ട് വീല് 100/90/19. ഹിമാലയൻ 110ന്റെ ബാക്ക് വീല് വരുന്നത് ഹിമാലയൻ 110ന്റെ ബാക്ക് വീല് വരുന്നത് 120/90/17. ഫ്രണ്ട് വീല് 90/90/21. എല്ലാ ബൈക്കുകൾക്കും ടയർ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതായത് ടയറിൻ്റെ സൈസിലും, അതായത് ടയറിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും അതിൽ വരുന്ന ഡിസ്കും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ടയർ ഒരു ബൈക്കിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ടയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓഫ് റോഡ് ബൈക്കുകൾക്കാണെങ്കിലും ടയറിൻ്റെ കാര്യം നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. കാരണം ടയർ എന്ന് വെച്ചാൽ ഒരു റോഡ് അനുസരിച്ചുള്ള ടയറുകളായിരിക്കണം. അതായത് നമ്മൾ സാധാ ഓൺ റോഡ് ബൈക്കുകളാണെങ്കിൽ കൂടുതലും മെലിഞ്ഞ ടയറുകളാണ് നമുക്ക് കാണാറുള്ളത്. പക്ഷേ ഓഫ് റോഡ് ബൈക്കുകൾക്ക് കൂടുതലും വേണ്ടത് തടിച്ചിട്ടുള്ള ടയറുകളാണ്
KTM Adventure 390 വെയിറ്റും ഹിമാലയൻ 110 വെയിറ്റും നമുക്ക് നോക്കാം. KTM Adventure 390 വെയിറ്റ് KTM Adventure 390 വെയിറ്റ് 158 കിലോഗ്രാം ആണ്. KTM Adventure 390 വെയിറ്റ് എന്ന് 158 കിലോഗ്രാം ആണ്. ഹിമാലയൻ്റെ വരുന്നത് 199 ആണ്. ഒരു ഹിമാലയൻ 110 ടോട്ടൽ വെയിറ്റ് വരുന്നത് 199 കിലോഗ്രാം ആണ്. മുമ്പ് ഞാൻ ഓഫ് റോഡ് ബൈക്കുകളെ കുറിച്ച്, അതായത് KTMൻ്റെ എക്സ്ട്രീം ഡേർട്ട് ബൈക്കുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ബൈക്കുകൾക്ക് മുഴുവനും പരമാവധി വെയിറ്റ് കുറക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഓഫ് റോഡ് ബൈക്കുകൾക്ക് വേണ്ടത് വെയിറ്റ് കുറഞ്ഞതാണോ അല്ല വെയിറ്റ് കൂടിയതാണോ? അതിപ്പോൾ ഒരു തടിച്ച ഒരാളാണ് ബൈക്ക് ഓടിക്കുന്നതെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഇതനുസരിച്ചിട്ട് തടിച്ച ഒരു കുറച്ചും കൂടി കനം കൂടിയ ബൈക്കായിരിക്കും വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു മെലിഞ്ഞ ആളാണ് ഓടിക്കുന്നതെങ്കിൽ അങ്ങനെ രീതിയിൽ നമുക്ക് ബൈക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ശരീരം നോക്കാതെ എല്ലാവർക്കും വേണ്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന ബൈക്കുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ആ ഒരു ബൈക്ക് ഇപ്പോൾ ഓഫ് റോഡ് കൊണ്ടുപോകാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ബൈക്കിൽ ശ്രദ്ധിക്കുന്നത് വെയിറ്റ് കൂട്ടാനും അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാനും. ഇപ്പം KTM Adventure 390 ഇറക്കിയിട്ടുള്ളത് ലോങ് ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാനാണ്. അതായത് ലോങ് ട്രിപ്പൊക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഓഫ് റോഡൊക്കെ ചെയ്യാൻ രീതിയിലാണ് Adventure 390 ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ Adventure 390ക്കും ഹിമാലയനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടും ഒരു ഓഫ് റോഡ് ബൈക്കുകളാണ്. ഹിമാലയനാണ് വെയിറ്റ് കൂടുതൽ, കാരണം ഹിമാലയൻ 199 കിലോഗ്രാം വരുന്നുണ്ട്. Adventure 390ക്ക് വരുന്നത് 158 കിലോഗ്രാം ആണ്. ഇനി ഈ രണ്ട് ബൈക്കുകളുടെയും ഗിയർ ബോക്സ് നമുക്ക് നോക്കാം. KTM Adventure 390 ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് മീറ്ററുമാണ് വരുന്നത്. ഹിമാലയൻ്റെ ആണ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഹിമാലയൻ 110 വരുന്നത്. ഹിമാലയൻ്റെ 5 സ്പീഡ് ഗിയർ ബോക്സ് മീറ്ററുമാണ് വരുന്നത്. ഇനി ഒരു KTM Adventure 390 എൻജിൻ CC എന്ന് പറയുന്നത് 373. KTM Adventure 390 എൻജിൻ 373 CC ആണ്. 373 CC എൻജിനാണ് KTM Adventure 390 വരുന്നത്. ഹിമാലയൻ 110 411 CC എൻജിനാണ് Adventure 390 പവർ. 42.3 bhp ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹിമാലയൻ 110 പവർ വരുന്നത്, ഹിമാലയൻ 110 പവർ ഹിമാലയൻ 110 പവർ ചെയ്യുന്നത് ഹിമാലയൻ 110 പവർ വരുന്നത് 24.3 bhp ആണ് ഹിമാലയൻ 110 പവർ വരുന്നത്. Adventure 390 പവർ വരുന്നത് 42.3 bhpയും ഹിമാലയൻ 110 വരുന്നത് 24.3 bhpയുമാണ് ഈ രണ്ട് ബൈക്കുകളുടെയും എൻജിൻ പവർ വരുന്നത്. KTM 390 അഡ്വഞ്ചറിൻ്റെ ടോർക്ക് ട്യൂബ്. KTM Adventure 390 ടോർക്ക് ട്യൂബ് 37 Nm ആണ്. KTM Adventure 390 ടോർക്ക് ട്യൂബ് 37 Nm ആണ് KTM Adventure 390 ടോർക്ക് ട്യൂബ്. ഹിമാലയൻ 110 ടോർക്ക് ചെയ്യുന്നത് 32 Nm. ഈ പറയാൻ പോകുന്നത് ഈ രണ്ട് ബൈക്കുകളുടെയും ടോപ്പ് സ്പീഡാണ്. KTM Adventure 390 ടോപ്പ് സ്പീഡ് വരുന്നത്, KTM Adventure 390 ടോപ്പ് സ്പീഡ് KTM Adventure 390 ടോപ്പ് സ്പീഡ് 155+ km/h ആണ്. KTM Adventure 390 പവർ ചെയ്യുന്നത് 155+ എന്ന് പറയുമ്പോൾ 155 അതിൽ 55 കൂടുതലോ നമുക്ക് ടോപ്പ് സ്പീഡ് കിട്ടും. 55 വരെ അല്ലെങ്കിൽ 55+ ആണ്. 55 കൂടുതൽ നമുക്ക് ഒരു ടോപ്പ് സ്പീഡ് കിട്ടും. ടോപ്പ് സ്പീഡ് കിട്ടും. Adventure 390 155+ km/h ആണ് KTM Adventure 390 സ്പീഡ്.
ഹിമാലയൻ 110ൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് വരുന്നത് ഹിമാലയൻ 110ൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 140+ km/h ആണ് ഹിമാലയൻ 110ൻ്റെ വരുന്നത്. അഡ്വഞ്ചർ 390ൻ്റെ ടോപ്പ് സ്പീഡ് അഡ്വഞ്ചർ 390ൻ്റെ ടോപ്പ് സ്പീഡ് 155+ km/h ഹിമാലയൻ 110ൻ്റെ 140+ km/h ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളുടെയും ടോപ്പ് സ്പീഡ് എടുത്ത് നോക്കുമ്പോൾ ടോപ്പ് സ്പീഡിൽ മുന്നിൽ നിൽക്കുന്നത് KTM അഡ്വഞ്ചർ 390 ആണ്. KTM അഡ്വഞ്ചർ 390യും ഹിമാലയൻ 110ഉം ഈ രണ്ട് ബൈക്കുകളും ഓഫ് റോഡ് ബൈക്കുകളാണ്. അതായത് ഈ രണ്ട് ബൈക്കുകളുടെയും കമ്പനി പറയുന്നത് KTM പറയുന്നതും ഓഫ് റോഡും അതുപോലെ തന്നെ മറ്റേത് റോഡ് സാഹചര്യത്തിനും പറ്റിയൊരു ബൈക്കാണ് KTM അഡ്വഞ്ചർ 390. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡും പറയുന്നത് ഹിമാലയൻ ഒരു ഓഫ് റോഡ് ബൈക്കാണ്. അതുപോലെ തന്നെ എന്താ പറയുക, സ്ട്രീറ്റ് ബൈക്കുമായിട്ടും ഉപയോഗിക്കാം, ഓഫ് റോഡായിട്ട് തന്നെയാണ് ഇറക്കി. നമുക്ക് ആദ്യം ആ ഒരു ബൈക്കിൻ്റെ ലുക്ക് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതൊരു ഓഫ് റോഡ് ബൈക്കാണ് എന്ന് നമുക്ക് ക്ലിയറായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ നമ്മൾ ബൈക്ക് ശ്രദ്ധിക്കാറുള്ളത് ഒന്ന് അതിൻ്റെ ഷോറൂം പ്രൈസാണ്. അതായത് പ്രൈസാണ് ഒന്ന് ചിന്തിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ഒരു പ്രൈസ് ആയിരിക്കണം. കാരണം അത് വാങ്ങുമ്പോൾ നമുക്ക് പറ്റിയൊരു പ്രൈസാണ്. ആ പ്രൈസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ വണ്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ രണ്ട് ബൈക്കുകളുടെയും പ്രൈസിനെ കുറിച്ചാണ്. പലരും ബൈക്കൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ബൈക്കിൻ്റെ പ്രൈസൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസിന് വരുന്ന എത്രയാണ് ആ ബൈക്കിൻ്റെ ഒരു അടവൊക്കെ എത്രയാണ് വരിക, ആ ഒരു പ്രൈസിനനുസരിച്ച് തന്നെ ഒരു ബൈക്കിന് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പലരും ബൈക്കൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തായാലും ആ ഒരു ബൈക്കിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയണം. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളുടെയും പ്രൈസിനെ കുറിച്ച് പറയണം. KTM അഡ്വഞ്ചർ 390ൻ്റെ പ്രൈസിനെ കുറിച്ചും പറയണം. അതുപോലെ തന്നെ ഹിമാലയൻ 110ൻ്റെ പ്രൈസിനെ കുറിച്ചും പറയണം. KTM അഡ്വഞ്ചർ 390യുടെ എക്സ് ഷോറൂം പ്രൈസ് 3 ലക്ഷമാണ് വരുന്നത്. KTM അഡ്വഞ്ചർ 390യുടെ എക്സ് ഷോറൂം പ്രൈസ് 3 ലക്ഷമാണ് KTM അഡ്വഞ്ചർ 390യുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഹിമാലയൻ 110ൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 2 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ പ്രൈസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് KTM അഡ്വഞ്ചർ 390 ആണ്. പ്രൈസ് കൂടുതലാണ്. 2 ലക്ഷമാണ് ഹിമാലയത്തിന് വരുന്നത്. KTM അഡ്വഞ്ചർ 390ക്ക് വരുന്നത് 3 ലക്ഷമാണ്. നമ്മളിപ്പോൾ പ്രൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എക്സ് ഷോറൂം പ്രൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കാറുണ്ട്. ഈ ബൈക്കൊക്കെ എടുക്കുമ്പോൾ നോക്കാവുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂവൽ കപ്പാസിറ്റി, അതായത് ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുള്ളതാണ്. ഒരു ബൈക്ക് എടുക്കുമ്പോൾ അതിന് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ എഞ്ചിൻ എത്ര വരുന്നത്, എഞ്ചിൻ CC ഏതാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം എല്ലാവരും നോക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചും പറയണം. അതായത് KTM അഡ്വഞ്ചർ 390യുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്ര ഫ്യൂവൽ കിട്ടും, അത് km/h നമുക്ക് എത്ര അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നുള്ളത്. ഇപ്പോൾ രണ്ട് ബൈക്കിന് നമുക്ക് അതിന് km/h ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. KTM അഡ്വഞ്ചർ 390യുടെ 20 to 30 km/h നമുക്ക് ഒരു ഇത് കിട്ടണമെങ്കിൽ KTM അഡ്വഞ്ചർ 390 15 ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത്. 20 to 30 കിലോമീറ്റേഴ്സിന് നമുക്ക് സുഖമായിട്ട് പോകാം. 15 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. ഓക്കെയാണ്. KTM അഡ്വഞ്ചർ 390 15 ലിറ്റർ ടാങ്ക് ഓക്കെയാണ്. 20 to 30 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇരുപത് to 30 km/h 15 ലിറ്റേഴ്സ് ടാങ്ക് തന്നെയാണ് ഹിമാലയൻ 110നും വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ രണ്ട് ബൈക്കുകളുടെയും പ്രൈസ് എടുത്ത് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അഡ്വഞ്ചർ 390 ആണ്. പക്ഷെ നമുക്കിതിൽ ഫ്യൂവലിൻ്റെ കാര്യം, അതായത് ഫ്യൂവൽ ടാങ്കിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ രണ്ടും ഏകദേശമല്ല രണ്ടും സെയിം തന്നെയാണ്. ഈ രണ്ട് ബൈക്കുകളുടെയും ഫ്യൂൽ കപ്പാസിറ്റി ടാങ്കിന് 15 ലിറ്റേഴ്സിന് 20 to 30 ആണ്. കാരണം ഹിമാലയൻ 110 വരുന്നുണ്ട് അതിൻ്റെ ഒരു എൻജിൻ, അതുപോലെ തന്നെ 411 cc എൻജിനാണ് വരുന്നത്. അഡ്വഞ്ചർ 390യുടെയും പറഞ്ഞല്ലോ നമ്മൾ എൻജിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ 15 ലിറ്റേഴ്സിന് 20 to 30 നമുക്ക് km/h 15 ലിറ്റേഴ്സിന് 20 to 30 നമുക്ക് ആ വണ്ടിയിൽ നിന്ന് കിട്ടും.
KTM അഡ്വഞ്ചർ 390യുടെ എൻജിൻ 373 cc ആണ്. ഹിമാലയൻ്റെത് 411 cc. ഹിമാലയൻ്റെ 411 cc ആണ് വരുന്നത്. അപ്പോൾ 411 cc അഡ്വഞ്ചർ 390 373 cc. ഫ്യൂവൽ ടാങ്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ്. എൻജിൻ സിസിയിലാണ് മാറ്റം വരുന്നത്. കാരണം 110 ആണ് ഹിമാലയൻ ബൈക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളും ഏകദേശം നമുക്ക് ഓഫ് റോഡിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ബൈക്ക് തന്നെയാണ്. KTMൻ്റെ ബൈക്കിന് എന്താ പറയുക, പ്രൈസ് കൂടുതലാണ്. പക്ഷേ അതേ ഒരു പവറിൽ തന്നെയുള്ള ഒരു ബൈക്ക് നമുക്ക് ഹിമാലയനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ഫാൻ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഒരു ബൈക്ക് വളരെ മോശമാണ്, അല്ലെങ്കിൽ KTM ആണ് എന്താ പറയുക നല്ല വണ്ടി ഈ ഒരു പ്രൈസിനൊക്കെ എന്ന് പറയാൻ പാടില്ല. ഏകദേശം ഈ ഒരു പ്രൈസിന് KTMൻ്റെ 3 ലക്ഷമാണ് അഡ്വഞ്ചർ 390ക്ക് വരുന്നത്. ആ ഒരു പ്രൈസിന് KTM തരുന്ന അഡ്വഞ്ചർ 390 തരുന്ന ഫീച്ചേഴ്സ്, അതായത് 390 തരുന്ന എൻജിനാകട്ടെ അല്ലെങ്കിൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആകട്ടെ ഒക്കെ ഓക്കെയാണ്. ആ ഒരു പ്രൈസിന് ഫുൾ ഓക്കെയാണ്. നമുക്ക് ആ ഒരു വണ്ടി ഫുൾ ഓക്കെയാണ്. നമുക്ക് ആ ഒരു പൈസയിലൊന്നും നമുക്ക് നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ KTMൻ്റെ ഒരു ഫാനാണ്, അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ KTM അഡ്വഞ്ചർ 390 എന്ന് പറയുന്ന ഒരു ബൈക്ക്, അതിൻ്റെ അല്ലെങ്കിൽ ഹിമാലയനും റോയൽ എൻഫീൽഡ് ഫാൻസൊക്കെ പറയുന്നുണ്ട് ഹിമാലയനാണ് ഓഫ് റോഡ് ബെസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക KTM അഡ്വഞ്ചർ 390 ആണ് ബെസ്റ്റ് എന്ന് KTM റൈഡേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു റൈഡർക്ക്, ഒരു ഓഫ് റോഡ് റൈഡർക്ക്, ആ ഒരു റൈഡർക്ക് ബൈക്ക് മസ്റ്റാണ്. ആ ബൈക്കിൻ്റെ കാര്യങ്ങൾ മസ്റ്റാണ്. അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളും അത് എന്തായാലും മസ്റ്റാണ്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത് ചില ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർക്ക് അഡ്വഞ്ചർ 390 പക്ക ബൈക്ക് തന്നെയാണ്, ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഡാക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഹിമാലയൻ ഓക്കെയാണ്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ബൈക്കിനേക്കാളും ഹിമാലയൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം 110 എടുത്തിട്ട് നിങ്ങൾക്ക് ലഡാക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് ഹൈറ്റൊക്കെ ഓക്കെയാണ്, പക്ക ഒരു വണ്ടി തന്നെയാണ് ഈ രണ്ട് വണ്ടിയും. അപ്പോൾ ഓഫ് റോഡിൽ ഈ രണ്ട് ബൈക്കുകൾ തമ്മിൽ മത്സരം തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ KTM ഫാനാണോ റോയൽ എൻഫീൽഡ് ഫാനാണോ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു KTM ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ KTM ഈ ഒരു ബൈക്ക് 390 ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഹിമാലയൻ 110 ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ബൈക്കിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് നോക്കി നിങ്ങൾക്ക് ഏത് ബൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഏത് ബൈക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ രണ്ട് ബൈക്കുകൾ നിങ്ങൾ ഏത് ബൈക്ക് എടുക്കും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് അടിക്കാനും, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ കാണുന്നയാൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാണ്ട് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോ, എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് കമ്പയറിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം.